ഇന്നത്തെ നമ്മുടെ വീടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉൾഭാഗത്ത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇൻഡോർ ഭാഗങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തത്, അതേപോലെ നമ്മുടെ വർക്കുകൾ, നമ്മുടെ ക്രാഫ്റ്റുകൾ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പുറംഭാഗം നമ്മൾ പെയിൻറ്റിങ് ചെയ്തത്, അതേപോലെ തന്നെ നമ്മുടെ ഗാർഡന്, അപ്പോൾ എന്തൊക്കെ വർക്കുകളാണ് നമ്മളിവിടെ ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു 2 വർഷം മുമ്പ് നമ്മളൊരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വീട് എങ്ങനെയാണ്, ഈ വീട് നിർമ്മിച്ചത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അതിൽ വിശദമാക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചത്. അന്ന് അതായത് 16 വർഷം മുൻപ് വെറും 1 ലക്ഷം രൂപക്കാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തതാണ്. അപ്പോൾ അത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുക. ഇന്ന് നമ്മൾ പുതിയ കാഴ്ചകളാണ് കാണുന്നത്. അതായത് വീടിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറേ പുതിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുറേ ക്രാഫ്റ്റുകളുണ്ട്, പിന്നെ നമ്മുടെ ഗാർഡൻ, ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മതിലാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മതിലാണ്. പിന്നെ നമ്മുടെ പടിപ്പുരയും, ഒരു വെറൈറ്റി ആയിട്ടുള്ള പടിപ്പുരയൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ വീട് നിർമ്മിച്ച സമയത്ത് തന്നെ നിർമ്മിച്ചാണ്. അപ്പോൾ 10-15 വർഷത്തെ പഴക്കമുണ്ട്. ഇതുവരെ യാതൊരു കേടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് സിമെൻറ്റ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പോൾ സിമെൻറ്റ് പൈപ്പ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ തൂണുകളാക്കിയിട്ട് നമ്മൾ കൊടുത്താണ്. പിന്നെ മുകൾ ഭാഗത്ത് നമ്മൾ സിമെൻറ്റ് പൈപ്പ് തന്നെയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചാണ്. ഡിസൈൻ സിമെൻറ്റ് പൈപ്പാണിത്. നമ്മൾ ഫില്ലറിനൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈൻ സിമെൻറ്റ് പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ മുകൾ ഭാഗത്ത് വെച്ചത്. അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഈ പടിപ്പുരമൊക്കെ നിർമ്മിച്ചത്. ഒക്കെ സിമെൻറ്റ് പൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയെടുത്താണ്. അതായത് വുഡിൻ്റെ പെയിൻ്റാണ് നമ്മൾ കൊടുത്തത്. മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു ഡാർക്ക് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുറ്റത്ത് വെച്ച നമ്മൾ ചെയ്ത വർക്കുകൾ, ഒന്ന് ഗാർഡൻ ബെഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത ഗാർഡൻ ബെഞ്ചാണ്. അപ്പോൾ ഇത് വേസ്റ്റ് കവറുകൾ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തൂണൊക്കെ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഗാർഡൻ ബെഞ്ചാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ ബെഞ്ചാണ്. പിന്നെ നമ്മൾ ഒരു മീൻകുളം നിർമ്മിച്ചിട്ടുണ്ട്. ഈ ബ്രിക്സൊക്കെ നമ്മൾ തന്നെ നിർമ്മിച്ചതിന് ശേഷം നമ്മൾ ചെയ്തതാണ്. ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒരു ട്രീ മരമാണ്. അപ്പോൾ ഇതിൻ്റെ ചെടിയൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ നിർമ്മിച്ച ചെടിച്ചട്ടികൾ തന്നെ. ഇതൊരു ചെടിച്ചട്ടി നമ്മൾ നിർമ്മിച്ചാണ്. അപ്പോൾ ഇതേപോലെ ജീൻസ് വെച്ചിട്ട്, ഓൾഡ് ജീൻസ് വെച്ചിട്ട് നമ്മൾ നിർമ്മിച്ച ചെടിച്ചട്ടിയാണിത്. പിന്നെ മരക്കുറ്റിൻ്റെ മോഡൽ നമ്മളൊരു ചെടിച്ചട്ടി നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ടൈല് വെച്ചിട്ട് നമ്മളിതാ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചൊരു ഇതാണ്. പിന്നെ ഇത് സിമെൻറ്റ് ഉരുട്ടി വെച്ചിട്ട് നമ്മൾ നിർമ്മിച്ചതാണ്. ഇതൊക്കെ നമ്മൾ വളരെ മുൻപ് ചെയ്ത വീഡിയോ ആണ്. പിന്നെ ഇത് നമ്മൾ അതേപോലെ തന്നെ PVC പൈപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ചെടിച്ചട്ടിയാണ്. പിന്നെ ടൈലിൻ്റെ വേസ്റ്റ് ടൈല് പീസുകളും അതേപോലെ തന്നെ കോട്ടൺ തുണി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ചെടിച്ചട്ടിയാണ്. പിന്നെ നമ്മുടെ ഈ കക്കയുടെ തൊലി, അതായത് എരുന്തിൻ്റെ തോട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ചെടിച്ചട്ടിയാണ്. പിന്നെ നമ്മുടെ ടേബിൾ, അതായത് ഓൾഡ് ടയറുകൾ, അതായത് ബൈക്ക് ടയറും സ്കൂട്ടർ ടയറും വെച്ച് പിന്നെ PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ടേബിളാണ്. ഇതൊക്കെ കുറേ ഒരു വർഷത്തിലധികം ടൈമായി നമ്മൾ നിർമ്മിച്ചിട്ട് ഇതുവരെ കേടുകളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒരു ചെയറുണ്ട്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് ചെയർ, അതായത് കാല് പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് ചെയർ വെച്ചിട്ട് നമ്മൾ നിർമ്മിച്ച, അതായത് ടൈലിൻ്റെ പീസൊക്കെ കൊടുത്തിട്ട് നമ്മൾ സിമെൻറ്റിൽ റെഡിയാക്കിയെടുത്താണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ചെയറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താണ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ മുറ്റവരമ്പ്, ഇത് നമ്മളിതാ സ്നേഹമതിലിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഇതൊക്കെ കുറേ വർഷമായിട്ട് നമ്മൾ ചെയ്തതാണ്. ഒരു 10 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ കുരുടീസാണ് ഉപയോഗിച്ച്, പിന്നെ മറ്റേ സ്നേഹമതിലിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം, സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിതാ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. മുന്തിരിക്കൊലൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇതേപോലെ ഇതൊക്കെ നമ്മൾ വുഡിൻ്റെ രീതിയിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. മുൻഭാഗത്തെ ചുമരിൽ നമ്മൾ ഒരു സൈഡിലായിട്ട് നമ്മളൊരു സിമെൻറ്റിൽ നമ്മൾ ചെയ്തൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ കുറേ മുൻപ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ അടിഭാഗത്തായിട്ട് നമ്മൾ പെയിൻറ്റിങ് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് അടിത്തറ നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഉൾഭാഗം നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്.
പിന്നെതാ പുറം ഭാഗത്തെ ചുമരിൻ്റെ സൈഡ് ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് നമുക്കിപ്പോൾ കാണാം. ഈ ഭാഗവും അതേപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതേ ഡിസൈൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിറ്റ് ഔട്ട്, ചെറിയൊരു സ്റ്റിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ വേസ് ചെയ്തത്. നല്ല വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതാ നമ്മുടെ സ്റ്റിറ്റ് ഔട്ടിൽ ഒരു ചാരി കസേര ഉണ്ട്. ഇത് നമ്മൾ ഓടമുള വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് നമ്മൾ മിക്സിയുടെ ജാറ് വെച്ചിട്ട് ചെയ്ത ഒരു ഫ്ലവർ വേസ് ആണ്. ഇത് നമുക്ക് പ്ലാന്റ് വെക്കാനും ഉപയോഗിക്കാം, ചെടിച്ചട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാ സ്റ്റിറ്റ് ഔട്ടിലെ ചുമരിൽ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ മൈദപ്പൊടിയിൽ ചെയ്ത ഒരു ക്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 മാസത്തോളമായി നമ്മൾ ചെയ്തിട്ട് ഇതുവരെ കേടൊന്നും പറ്റിയിട്ടില്ല, ഉറുമ്പുകളൊന്നും വന്നിട്ടില്ല. ഇത് നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്ത ക്രാഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഭാഗത്തെ ചുവരും നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വാൾപോട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തെ ചുമരിലായിട്ട് നമ്മൾ ചെയ്ത കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. കുറച്ച് ക്രാഫ്റ്റുകളെ വെച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു തവ വെച്ചിട്ട്, അതായത് വേസ്റ്റ് തവ, അതായത് ഓൾഡ് തവ വെച്ചിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ ചിരട്ടയും അതേപോലെ തന്നെ ഈ ചകിരി നാരും വെച്ചിട്ട് ചെയ്ത ക്രാഫ്റ്റാണ്. പിന്നെ നമ്മൾ ക്രിസ്മസിന് ചെയ്ത ഒരു ക്രാഫ്റ്റാണിത്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സിമെന്റിൽ നമ്മൾ ചെയ്ത ഒരു ക്രാഫ്റ്റാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ചെടിച്ചട്ടിയാണ്. നമ്മുടെ വേസ്റ്റ് ന്യൂസ് പേപ്പർ സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ വർഷമായി, 1-2 വർഷം കഴിഞ്ഞ്. പക്ഷേ ഇതിനൊന്നും യാതൊരു കംപ്ലൈൻറ്റാ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഇതൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഈട് കിട്ടുന്ന ഇതാണ്, അടിപൊളിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ചെടിച്ചട്ടിയാണ്. ഇനി ബീർ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ചെടിച്ചട്ടി. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ചെടിച്ചട്ടിയാണ്. ഇതിൻ്റെ അടിഭാഗം ടാങ്കാണ്, തിരിനര വരുന്ന ഒരു ചെടിച്ചട്ടി. അതായത് ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ, അതായത് 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളം നിറച്ചു കൊടുത്താൽ മതി. അടിഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടാങ്കായിട്ടാണ് വരിക. പിന്നെ അതിൻ്റെ നടുക്കൊരു തിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു മൂടിയൊക്കെ ഉണ്ട്, അതൊക്കെ കുട്ടികളോട് എടുത്ത് എറിഞ്ഞ്. ഇനി നമ്മുടെ ഗാർഡൻ ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗാർഡനിൽ നമ്മൾ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു ഇതിന് മുൻപ്. ആ റോഡാണിത്. ഇപ്പോൾ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകൂടി. ഇതേപോലെ നമ്മളിവിടെ ഒരു ചുരമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ചുരത്തിലെ പാറകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളും ചണച്ചാക്കും ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ വലിയ രീതിയിലൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഗാർഡൻ്റെ വർക്കൊക്കെ നടക്കുന്നതല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെച്ച് ചെയ്തതായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് നല്ല റീച്ചൊക്കെ കിട്ടിയൊരു വീഡിയോ ആയിരുന്നു അത്. പിന്നെ ഓൾഡ് ടയറുകൾ വെച്ചിട്ട് ചെയ്ത നമ്മൾ ഒരു ഭാഗം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെടിമരമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീർ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തതാ ഒരു ലവ്. ഇത് നമ്മൾ ഗാർഡൻ്റെ ഒരു ഭാഗത്ത് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ മതിൽ തുറന്നിട്ട് നമ്മളൊരു സിംഹത്തെ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അതാണ് മണ്ണ് ഉപയോഗിച്ച് കണ്ടാണ് നമ്മളത് നിർമ്മിച്ചത്. അതിൻ്റെ നമ്മുടെ ഗുഹയുടെ മുകൾ ഭാഗമൊക്കെ കുറച്ച് മഴ പെയ്തപ്പോൾ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീൻസ്, അതായത് ഓൾഡ് ജീൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ തെങ്ങിന് ഇതേപോലെ ഒരു തറ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഓൾഡ് ജീൻസും അതേപോലെ തന്നെ സിമെൻറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. പിന്നെ ബലൂൺ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ക്രാഫ്റ്റ് ആയിരുന്നു ഇത്. പിന്നെ നമ്മൾ ഓടമുള വെച്ചിട്ട് ഇവിടെ ഒരു ഇരിപ്പിടം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ഗാർഡനിലുണ്ട്. പിന്നെ നമ്മൾ നിർമ്മിച്ച കുതിരവണ്ടി, വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച കുതിരവണ്ടി. അപ്പോൾ കുതിര കുറച്ചൊക്കെ പാളിപ്പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്.
അപ്പോൾ നമ്മുടെ വീടും അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻഡോർ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അത് നമ്മൾ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ വീട് നിർമ്മിച്ച രീതിയൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്ത, അതായത് ഒരു 2 വർഷം മുൻപ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇതേപോലെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം രൂപക്ക് നിർമ്മിച്ച വീടാണ്. പിന്നെ നമ്മൾ ആകെ ഇതിന് മുടക്കിയത്, ഇതുവരെയുള്ള ടൈമിൽ നമ്മൾ ഇതിന് മുടക്കിയത് വെറും 3 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തത് വെറും 6000 രൂപക്ക് മാത്രമാണ്. 6000 രൂപയുടെ സാധനം മാത്രമാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ ഒരു 4-5 ദിവസം ഞാൻ എൻ്റെ അധ്വാനവും. അപ്പോൾ അതാണ് ഇതിൻ്റെ മുടക്ക് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതൊന്നുമല്ല. നമ്മളിതൊക്കെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതേപോലെയൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.